നമസ്കാരം. പ്രധാന വാർത്തകൾ. നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം. അമ്മയെയും മകനെയും വെട്ടിക്കൊന്നത് ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി. കൊല്ലപ്പെട്ടത് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനും അമ്മ ലക്ഷ്മിയും. ഇരട്ടക്കൊലപാതകം നടത്തിയത് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമര. സ്ത്രീ ശാക്തീകരണം ബിജെപിക്ക് മുകൾ തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനയിൽ വനിതാ നേതാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകി. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളും നേതൃനിരയിൽ. സംഘടനാ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലെന്നും കെ സുരേന്ദ്രൻ. ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു. വിഭാഗീയതകൾ നിലനിൽക്കെ ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി വേണുഗോപാലിനെ പ്രഖ്യാപിച്ചു. RSS ഇടപെട്ടതോടെ പാലക്കാട്ടെ ബിജെപിയിലെ പൊട്ടിത്തെറി സമവായത്തിലേക്കെന്ന് സൂചന. കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ 321 പരാതികൾ തീർപ്പാക്കി. ശേഷിച്ച 569 പരാതികൾ സമയബന്ധിതമായി അതാത് വകുപ്പുകൾ തീർപ്പാക്കുമെന്ന് അധികൃതർ. അദാലത്തിൽ കൂടുതൽ പരാതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട്. പരാതികളിൽ നിയമപരമായ അനുകൂല തീർപ്പാണ് സർക്കാർ നയമെന്ന് മന്ത്രി MP രാജേഷ്. ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് നല്ല തലമുറയെ സൃഷ്ടിക്കാൻ അനിവാര്യമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഉന്നത വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ അളവുകോലായി കണക്കാക്കാനാകില്ലെന്നും കാന്തപുരം. കല്ലേക്കാട് ജാമിയ ഹസ്നിയ 30ാം വാർഷികാഘോഷത്തിന് സമാപനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ട പരീക്ഷകളുടെ സാമ്പത്തിക ബാധ്യത സ്കൂളുകൾ ഏറ്റെടുക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിനെതിരെ പ്രതിഷേധം. പാലക്കാട്ട് ഭിക്ഷാടന സമരവുമായി KSU ജില്ലാ കമ്മിറ്റി. ഭിക്ഷാടനം നടത്തി ലഭിച്ച തുക വിദ്യാഭ്യാസ വകുപ്പിന് നൽകി. റേഷൻ വ്യാപാരികൾ സമരരംഗത്ത്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിച്ചത് വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ഷൊർണൂർ ക്ലീൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നിർവഹിച്ചത് മന്ത്രി MP രാജേഷ്. നഗരസഭ MCFലെ തുറന്ന വേദിയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസിയെയും അമ്മയെയും വെട്ടിക്കൊന്നു. തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമരയാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. കോളനിവാസിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് നെന്മാറ പ്രദേശം. പോത്തുണ്ടി സ്വദേശി 58 വയസ്സുള്ള സുധാകരൻ, 76 വയസ്സുള്ള അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയ്ക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി. രാവിലെ 10 മണിക്കാണ് കൊലപാതകം നടന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ജയിലിലായിരുന്നു. 2019 പ്രതി സജിതയെ കൊലപ്പെടുത്തിയത്. 1.5 മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സംരക്ഷണവും ലഭിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇയാൾ 2 മാസമായി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നമാതിരി ഈ പ്രതിക്ക് അവിടുത്തെ ജനങ്ങൾക്കൊരു ഭീഷണിയുണ്ട്. അപ്പോൾ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവർക്കൊരു ഭീഷണിയാവും. പല ആളുകളും ഇതേപോലെ അയാളെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിലേക്ക് പോയത്. നേരത്തെ ആ പെണ്ണിനെ കൊന്നിട്ട്, സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയത്. പിന്നെ അവരുടെ ആരോ ജാമ്യത്തിലിറക്കി അയാൾ വീണ്ടും വന്നു, നെന്മാറയിൽ വന്നു. അപ്പോൾ ഇതറിഞ്ഞ് അവിടുത്തെ അയൽവാസികളിൽ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ്. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. പോലീസ് ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു. MLA K ബാബു ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ ഇതുപോലൊരു സഹായിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമായ സഹായ രീതിയിൽ തന്നെ തയ്യാറാണ്. കാരണം ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ആ കുറ്റം നിർവഹിച്ചതിന് ശേഷം അവനറിയാവുന്ന മലയിലേക്ക് തന്നെയാണ് ഓടിക്കുന്നത്. പക്ഷെ ആ മലനിരയെ നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാർ പോലീസാണ് ഇപ്പോൾ കൃത്യമായിട്ട് അവനെ എത്താവുന്ന ദൂരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുമല്ല, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഇപ്പോൾ പോലീസ് എന്ന് പറയുന്നത് അവൻ്റെ മൊബൈൽ സിമ്മ് എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുള്ള രൂപത്തിലാണ്. അവനെന്തായാലും പിടിക്കും, ഒന്നുകിൽ ജീവനോടെ പിടിക്കും. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ സംശയത്തിൻ്റെ അസുഖം സ്വന്തം ഭാര്യയെ തന്നെ സംശയിച്ചിട്ടാക്കിയിട്ടുണ്ട്, വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ തവണ ഈ മനുവാണെങ്കിലും അവിടെയുള്ള നമ്മുടെ ഞങ്ങളൊക്കെ പ്രധാനം ചെയ്യുന്ന പാർട്ടിക്ക് വളരെ സ്ട്രോങ്ങുള്ള സ്ഥലമാണ്. അവരും ഇടപെട്ട് പലതവണയായിട്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്.
പക്ഷെ അവൻ അടുക്കുന്നതല്ല, അവൻ അവൻ്റേതായ രീതിയിലാണ്. ഞങ്ങൾക്കറിയാവുന്നതാണ്. ആ പ്രദേശത്ത് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 4ാമത്തെ കിലോമീറ്റർ. പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ത്രീ ശാക്തീകരണം ബി.ജെ.പിക്ക് മുകൾത്തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനയിൽ വനിതാ നേതാക്കൾക്ക് ബി.ജെ.പി വലിയ പ്രാധാന്യം നൽകിയെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു അസ്വാരസ്യങ്ങളുമില്ലെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വനിതാ നേതാക്കൾക്ക് ബി.ജെ.പി വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. 269 മണ്ഡലം കമ്മിറ്റികളിൽ 34 സ്ത്രീകളെ മണ്ഡലം പ്രസിഡന്റുമാരാക്കി. 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ പക്ഷത്തുള്ളവരാണ്. ബി.ജെ.പി വിജയിച്ച തൃശൂർ സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബാണ്. കോട്ടയത്തും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റുണ്ട്. ബി.ജെ.പി സെക്കുലർ പാർട്ടിയാണെന്ന് അനുഭവങ്ങളിലൂടെ തെളിയിക്കുകയാണ്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഒരസ്വാരസ്യങ്ങളുമില്ലെന്നും പക്ഷമില്ല ബി.ജെ.പിയിലെന്ന് തെളിയിച്ചതായും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. 269 മണ്ഡലം കമ്മിറ്റികളുടെ കാര്യം പരിശോധിച്ചാൽ 34 വനിതാ മണ്ഡലം പ്രസിഡന്റ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യം. എന്തുകൊണ്ടാണ് ഇത് മാധ്യമപ്രവർത്തകരെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവരും വനിതാ ശാക്തീകരണത്തെക്കുറിച്ച്, സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. CPM-ന് 2 ഏരിയ സെക്രട്ടറിമാരാണ് വനിതകളായിട്ടുള്ളത്. അതിലൊന്ന് തന്നെ M.M. മണിയുടെ മകളാണ്. 269 മണ്ഡലം പ്രസിഡന്റുമാരെ പൂർത്തിയാക്കുമ്പോൾ 34 വനിതാ നേതാക്കളാണ് ഞങ്ങളുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിഭാഗീയതകൾ നിലനിൽക്കെ ബി.ജെ.പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. പുതിയ അധ്യക്ഷനെ സ്വീകരിക്കാൻ പാർട്ടി ജില്ലാ ആസ്ഥാനത്തിന് മുന്നിൽ നിരവധി പ്രവർത്തകർ താളമേളങ്ങളുമായി ഒത്തുകൂടിയിരുന്നു. നിലവിലെ ജില്ലാ പ്രസിഡന്റ് KV ഹരിദാസ് ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ വരണാധികാരി പ്രമീള ദേവിയാണ് പ്രശാന്ത് ശിവൻ തെരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിച്ചത്. പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ പാർട്ടി ആസ്ഥാനത്തിനു മുന്നിൽ പ്രവർത്തകർ താളമേളങ്ങളുമായി ഒത്തുകൂടിയിരുന്നു. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. സ്ഥാനാരോഹണ ചടങ്ങ് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഒരിക്കലും എത്തില്ല എന്ന് കരുതുന്ന വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന സെലക്ഷനാണ് പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി ബി.ജെ.പിയിൽ നടന്നതെന്ന് KS രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര കേന്ദ്രങ്ങളിലും ഇന്ന് വരെ സ്ഥാനം ലഭിക്കാതിരുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടി സ്ഥാനം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സിലക്ഷൻ പ്രൊസീജിയർ ആരംഭിച്ചത്. പ്രശാന്ത് ശിവനെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടി പ്രവർത്തകരെ ഒരുമിപ്പിച്ചു നിർത്താനാണ് താൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞ പ്രശാന്ത് ശിവൻ ഒരു തരത്തിലുള്ള വിഭാഗീയതയും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. യുവമോർച്ച ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് പ്രശാന്ത് ശിവൻ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9ഓളം പാലക്കാട് നഗരസഭാ ബി.ജെ.പി കൗൺസിലർമാർ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രശാന്ത് ശിവന്റെ സ്ഥാനാരോഹണം നടന്നത്. അതേസമയം വിമതരെ RSS നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബി.ജെ.പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു. വരണാധികാരിയായ ബി.ജെ.പി ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്ററാണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, KV ശ്രീധരൻ മാസ്റ്റർ, KK അനീഷ് കുമാർ, A നാഗേഷ്, അഡ്വക്കേറ്റ് രവി ഉപ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബി.ജെ.പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി P വേണുഗോപാലിനെ പ്രഖ്യാപിച്ചു. സംഘടനാ പർവം 2025 എന്ന പേരിൽ ഒറ്റപ്പാലത്തായിരുന്നു പ്രഖ്യാപന ചടങ്ങ്. വരണാധികാരി ഡോക്ടർ പ്രമീള ദേവിയാണ് ബി.ജെ.പി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായി P വേണുഗോപാലിനെ പ്രഖ്യാപിച്ചത്. ഞാൻ ഉറപ്പു തരുന്നു, എന്റെ ഭാഗത്ത് നിന്ന് ഈ സംഘടനയെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാകില്ല. അത് പൊതുമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയും ഈ സംഘടനയ്ക്കെതിരായ ഒരു വാക്ക് നമ്മുടെ പ്രവർത്തകരെ നമ്മൾ പറയാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട്
ഈ സംഘടനയെ മറ്റു പ്രസ്ഥാനത്തിന് വേണ്ടി വിൽക്കാൻ ആരെങ്കിലും വിറ്റുവെന്ന അർത്ഥത്തിലല്ല തെറ്റായി വ്യാഖ്യാനിക്കുന്നത്, അത് സമ്മതിക്കില്ല. ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസ് ആമുഖ പ്രഭാഷണം നടത്തി. അനുമോദന സഭ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാരണം 0-ൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആകണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണ അവകാശവും പ്രസിഡന്റിന് കിട്ടിയിരിക്കുകയാണ്. വേറൊരാൾ തുടങ്ങി വെച്ചതിൻ്റെ ഒരു തുടർച്ചയായിട്ടല്ല വരിക, സ്വന്തമായിട്ട് തന്നെ അതിനെ രൂപകൽപ്പന ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയെടുക്കാനുള്ള ഒരു അവസരം, അതും രാഷ്ട്രീയത്തിലൊരു വലിയ അവസരം തന്നെയാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാഷ്ട്രീയത്തെ കുറിച്ച് ആലോചിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഞാൻ അക്കാലത്തൊരു പത്രപ്രവർത്തകനായി 2 സീറ്റിലേക്ക് BJP പോയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ 85 സീറ്റിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആള്, അന്ന് അതിന് നേതൃത്വം കൊടുത്തത് ലാൽകൃഷ്ണ അദ്വാനി ആയിരുന്നു. P.T. വേണുഗോപാലൻ ആശംസാ പ്രസംഗം നടത്തി. K.V. ജയൻ സ്വാഗതവും M. സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് BJPയിൽ ഇടഞ്ഞു നിന്നവരെ അനുനയിപ്പിച്ച് RSS നേതൃത്വം. വിമതയോഗം സംഘടിപ്പിച്ച കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കില്ല. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് വിമതർക്ക് RSS നേതൃത്വം ഉറപ്പു നൽകിയതായാണ് സൂചന. പാലക്കാട്ട് BJPയിലെ പൊട്ടിത്തെറി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ രാജിയിൽ കലാശിക്കുമെന്ന സാഹചര്യമെത്തിയപ്പോഴാണ് പ്രശ്നത്തിൽ RSS നേതൃത്വം ഇടപെട്ടത്. RSSന്റെ അനുനയ നീക്കത്തിനൊടുവിൽ പൊട്ടിത്തെറി സമവായത്തിലെത്തി. രാജിവെക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വൈസ് ചെയർമാൻ E. കൃഷ്ണദാസും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജിയുൾപ്പെടെയുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് RSS നേതൃത്വം നൽകിയ നിർദ്ദേശം. RSSന്റെ ഇടപെടലിൽ സമവായത്തിലെത്തുകയും രാജിവെക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിലും ദേശീയ നേതൃത്വത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ശേഷം വിമതസ്വരമുയർത്തിയ കൗൺസിലർമാർ പ്രത്യേക യോഗം വിളിക്കും. ആ യോഗത്തിന് ശേഷമാകും കൗൺസിലർമാരുടെ തുടർ നടപടി എന്താകുമെന്ന് വ്യക്തമാകുക. സംഭവത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകാത്ത വിധമുള്ള ജാഗ്രതാപൂർണമായ ഇടപെടലാണ് RSS നേതൃത്വം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂർ. മന്ത്രി MP രാജേഷ് ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. നഗരസഭ MCFിലെ ഓപ്പൺ സ്റ്റേജിലായിരുന്നു വർണ്ണാഭമായ പ്രഖ്യാപന ചടങ്ങ്. ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വെച്ച് ഒരു നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന പൊതുചടങ്ങ് സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ്. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ചെയർമാനെയും ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. മാലിന്യമുക്ത സന്ദേശം എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിനായി നഗരസഭ പ്രത്യേകം തയ്യാറാക്കിയ മാലിന്യമുക്ത പരസ്യവാചകങ്ങൾ ബസ്സിലും ഓട്ടോറിക്ഷകളിലും മന്ത്രി തന്നെ പതിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ കലക്ടർ ഡോക്ടർ S. ചിത്ര IAS മുഖ്യാതിഥിയായിരുന്നു. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, LSGD പാലക്കാട് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G. വരുൺ, P. സൈദലവി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർഹാന, K. കൃഷ്ണകുമാർ, P. ജിഷ, KM ലക്ഷ്മണൻ, കൗൺസിലർ TK ബഷീർ, CDS ചെയർപേഴ്സൺ VP സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ക്ലീൻ സിറ്റി മാനേജർ SS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 6000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നഗരസഭ ഒരുക്കിയിട്ടുള്ള MCFിൽ സ്കൂൾ കുട്ടികൾക്ക് മാലിന്യ സംസ്കരണം പഠിക്കുന്നതിനുള്ള ക്ലാസ് മുറിയും ഹരിതകർമ്മസേനയുടെ ഫെസിലിറ്റേഷൻ സെന്ററും ഒരുക്കിയിട്ടുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിനായി നഗരസഭ അലങ്കാരച്ചെടികളുടെ നഴ്സറി, ശലഭോദ്യാനം, വേസ്റ്റ് ടു ആർട്ട് ഗാലറി, ജൈവ അജൈവ മാലിന്യങ്ങളുടെ തരംതിരിക്കൽ, സംസ്കരണം എന്നിവ കൃത്യമായി നടന്നുവരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മാതൃകായോഗ്യരായ തലമുറയെ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കല്ലേക്കാട് ജാമിയ ഹസ്നിയ
30ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാന്തപുരം. ഉന്നത വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ അളവുകോലായി കണക്കാക്കാൻ കഴിയില്ല. ഇന്ന് ഇത്തരം വ്യക്തികളിലാണ് കുറ്റവാസനകളും സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സ്വരങ്ങളും ഉയർന്നുവരുന്നതെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചൂണ്ടിക്കാട്ടി. ഇതിന് പരിഹാരം കണ്ടെത്താൻ മാനവബോധത്തിലും നന്മയിലും അധിഷ്ഠിതമായ ശാക്തീകരണ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വ്യാപകമായി വളർന്ന് പടരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്മേളനത്തോടനുബന്ധിച്ച് 100 അൽ ഹസനി പണ്ഡിതർക്കും ഖുർആൻ ഹൃദിസ്ഥമാക്കിയ 50 ഹാഫിളുകൾക്കും ഹാദിയ പഠനം പൂർത്തിയാക്കിയ 20 പണ്ഡിതർക്കും ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകി. കാന്തപുരത്തെ സമസ്ത ജില്ലാ കമ്മിറ്റിയും പ്രാസ്ഥാനിക സംഘടനകളും ആദരിച്ചു. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്ഹീമുൽ ഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ സനദ് ദാന പ്രസംഗം നടത്തി. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായിരുന്നു. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സദീദുദ്ദീൻ ഫാളിൽ ബാഖവി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി, സയ്യിദ് അഹമ്മദ് മുനീർ അഹ്ദൽ എന്നിവർ പ്രസംഗിച്ചു. മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി സ്വാഗതവും സിദ്ദിഖ് അൽ ഹസനി മേപ്പറമ്പ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ 321 പരാതികൾ തീർപ്പാക്കി. ബാക്കി 569 പരാതികൾ പിന്നീട് സമയബന്ധിതമായി അതാത് വകുപ്പുകൾ തീർപ്പാക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഏറ്റവും കൂടുതലായി അദാലത്തിലെത്തിയത്. പരാതികളിൽ നിയമപരമായ അനുകൂല തീർപ്പാണ് സർക്കാർ നയമെന്ന് അദാലത്തിൽ സംസാരിക്കവേ മന്ത്രി MP രാജേഷ് പറഞ്ഞു. കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്താണ് തിങ്കളാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചത്. നേരത്തെ ഓൺലൈനായി ലഭിച്ച പരാതികളും ഇന്ന് നേരിട്ടായി ലഭിച്ച 476 പരാതികളും ഉൾപ്പെടെ ആകെ 890 പരാതികളാണ് അദാലത്തിന്റെ പരിഗണനയ്ക്കായി ലഭിച്ചത്. ഇതിൽ 321 പരാതികൾ തീർപ്പാക്കി. ബാക്കി വരുന്ന 569 പരാതികൾ പിന്നീട് സമയബന്ധിതമായി തീർപ്പാക്കും. ഇതിനായി വിവിധ വകുപ്പുകളിലേക്കായി ഇവ അയച്ചിട്ടുണ്ട്. ഇന്ന് 28 പേർക്ക് BPL കാർഡുകളിലേക്ക് മാറ്റി നൽകാനായി. കൂടാതെ 3 ഭിന്നശേഷിക്കാർക്കുള്ള റേഷൻ കാർഡും വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഏറ്റവും കൂടുതലായി അദാലത്തിൽ പരിഗണനയ്ക്കായി എത്തിയത്. തൊട്ടടുത്ത് സിവിൽ സപ്ലൈസ് വകുപ്പ്, KSEB എന്നീ വകുപ്പുകളിലെ പരാതികളും പരിഗണനയ്ക്കായി എത്തിയിരുന്നു. പരാതികൾ നിയമപരമായി അനുകൂലമായ തീർപ്പാക്കലാണ് സർക്കാരിൻ്റെ നയമെന്ന് നേരത്തെ ആമുഖമായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. നിയമങ്ങൾ കാറ്റിൽ പറത്തി പെട്ടെന്ന് പരാതി പരിഹരിക്കുമെന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. മന്ത്രി MP രാജേഷിനു പുറമെ മുഹമ്മദ് മുഹസിൻ MLA, ജില്ലാ കളക്ടർ ചിത്ര AS, ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു അദാലത്ത് സംഘടിപ്പിച്ചത്. 3 മണിയോടുകൂടി അദാലത്ത് സമാപിച്ചു. വിവിധ വകുപ്പുകളിലെ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു. നല്ല രീതിയിൽ അദാലത്ത് നടത്താനായെന്നും അവശേഷിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്നും മന്ത്രി MP രാജേഷ് STVയോട് പറഞ്ഞു. ഇതടക്കം 569 പരാതികളിൽ സമയബന്ധിതമായ തുടർ നടപടി ഉണ്ടാവും. 321 പരാതികളിൽ പരിഹാര നടപടി ഇതിനകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. ആകെ നേരത്തെ ലഭിച്ചതും ഇന്നത്തേതും കൂടി 890 പരാതികളാണ് ഉണ്ടായിട്ടുള്ളത്. 28 റേഷൻ കാർഡുകളാണ് നമുക്ക് മാറ്റി നൽകാൻ, BPL ഭാഗത്തിലേക്ക് മാറ്റി നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് തന്നെ അപേക്ഷയുമായി വന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള 3 പേരുടെ റേഷൻ കാർഡ് ഇന്ന് തന്നെ മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നതും പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നല്ല നിലയിലാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരാതികളിൽ സമയബന്ധിതമായി കാലതാമസമില്ലാതെ തന്നെ വന്നത് ഇന്ന് തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നതും സമയബന്ധിതമായി തന്നെ തീർപ്പാക്കും. അട്ടപ്പാടിയിലെ പ്രത്യേക അദാലത്ത് കൂടി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ അദാലത്തുകൾ പൂർത്തിയാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട്ട് KSU ജില്ലാ കമ്മിറ്റിയുടെ ഭിക്ഷാടന സമരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ട പരീക്ഷകളുടെ സാമ്പത്തിക ബാധ്യത സ്കൂളുകൾ തന്നെ ഏറ്റെടുക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് KSU ഭിക്ഷാടന സമരം നടത്തിയത്. മുഖ്യമന്ത്രിക്ക് കാലിത്തൊഴുത്ത് പണിയാനും ആഡംബര വാഹനങ്ങൾ വാങ്ങാനും സർക്കാരിന് പണമുണ്ടെന്ന് പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി പറഞ്ഞു. പരീക്ഷാ തട്ടിപ്പ്, ജോലി തട്ടിപ്പ്, വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം എന്നിവയിൽ ഉൾപ്പെട്ട പ്രതികളെയും
കൊലപാതക കേസിലെ പ്രതികളെയും രക്ഷിക്കാൻ സർക്കാർ കോടികളാണ് ചെലവഴിക്കുന്നത്. പരീക്ഷ നടത്താൻ പണമില്ല എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോടുള്ള അവഗണനയാണെന്നും നിഖിൽ കണ്ണാടി പറഞ്ഞു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം, ഭാരവാഹികളായ സ്മിജ രാജൻ, വിപിൻ കോട്ടായി, അബു പെരിങ്ങോട്ടുകുറിശി, മുഹമ്മദ് സിജാഹ്, അമൽ കണ്ണാടി, ഷാഹിദ് പട്ടാമ്പി, യാസിർ നല്ലായ, വിവേക് എരുമയൂർ, യാസിർ പുളിക്കൽ, മുഹമ്മദ് ഷാ എന്നിവർ ഭിക്ഷാടന സമരത്തിന് നേതൃത്വം നൽകി. ഭിക്ഷാടനം നടത്തി ലഭിച്ച തുക DD ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വഴി വിദ്യാഭ്യാസ വകുപ്പിന് നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേതന പാക്കേജ് പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സമരരംഗത്ത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ കുടിശ്ശിക ഉടൻ നൽകുക, റേഷൻ വിതരണം ചെയ്ത കമ്മീഷൻ അതാത് മാസങ്ങളിൽ നൽകുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം സർക്കാർ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുക, DPT സമ്പ്രദായം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കട്ടെ. ഈ തൊഴിലുണ്ടല്ലോ, വെളിയിൽ 1000-ലേറെ രൂപ ശമ്പളം ഉണ്ട്. കൂലി വെട്ടി വെട്ടാൻ പോയാൽ പിഴയ്ക്കാൻ അതിനേക്കാളും ശമ്പളം കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഇത് ഒരു തൊഴിലായതുകൊണ്ടും അത് പാരമ്പര്യമായി കിട്ടിയ ഒരു സംഭവമായതുകൊണ്ടും അത് നടത്താൻ പോകുമ്പോൾ ഞങ്ങളുടെ വേതനം പോരാ എന്ന് പറയേണ്ടതാരാ? നമ്മളാണ്. അത് കേൾക്കേണ്ടതാരാ? ഈ അധികൃതരാണ്. അതിന് പകരം നിങ്ങളുടെ സമരം തന്നെ അടിച്ചൊതുക്കും. ഞാനിപ്പോൾ കണ്ടുവന്നത് കൊണ്ടപ്പോൾ തന്നെ എനിക്ക് അയാൾ ലജ്ജ തോന്നി. അയാളും ഇതുപോലെ സമരം നടത്തി അവകാശം ഉന്നയിച്ച് അങ്ങനെ MLA ആയി എന്ന് മന്ത്രി അയാളാ. അപ്പൊ തന്റെ മന്ത്രി കസേര വന്നപ്പോ ഈ പാവപ്പെട്ടവരെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട്. ചടങ്ങിൽ കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് ചെയർമാൻ H. റാഫി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ, സമരസമിതി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ശിവദാസ് വേലിക്കാട്, KM അബ്ദുൾ സത്താർ, A. കൃഷ്ണൻ, താലൂക്ക് കോർഡിനേഷൻ നേതാക്കളായ V. വിഷ്ണുദേവൻ, കാസിം കണ്ണാടി, S. ഗണേശൻ, നവാസ് മങ്കര, M. രവീന്ദ്രൻ, PM അബ്ദുൾ നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പതിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും ശുചിമുറികളുടെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ CK ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നല്ല ജോലി കിട്ടാൻ കഴിയുന്ന രീതി. അതിനാണ് ഒന്നാമത്തെ പരിഗണന രക്ഷിതാക്കളുള്ളത്. അപ്പൊ അതനുസരിച്ചുള്ള സൗകര്യം നമ്മുടെ വിദ്യാലയങ്ങളിൽ വന്നപ്പോൾ മക്കളെ നിങ്ങൾക്ക് വിടുന്ന സാഹചര്യമില്ല. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി നമ്മൾ വലിയ മുന്നേറ്റം നടത്തി. ഇവിടെ ഈ കെട്ടിട കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്താണ് 3 കോടി 3.8 പറയാം. ജില്ലാ പഞ്ചായത്ത് അംഗം A. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ മുത്തലി, വാർഡംഗം AA ഷിഹാബ്, PTA പ്രസിഡന്റ് M. ഉണ്ണികൃഷ്ണൻ, MPTA പ്രസിഡന്റ് MN സീനത്ത്, പ്രിൻസിപ്പൽമാരായ CV പ്രസീദ, R. കർപ്പകം, പ്രധാനാധ്യാപിക T. അനിത, K. അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സഹപാഠികൾ തമ്മിൽ അടിയുണ്ടായി വിദ്യാർത്ഥിയുടെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ട സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും സ്വീകരിക്കുന്നത് നിരുത്തരവാദ സമീപനമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ. പറളി സ്വദേശി സന്തോഷും ഭാര്യ സന്ധ്യ സന്തോഷുമാണ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. പറളി ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സന്ദീപിനാണ് സഹപാഠിയുടെ അടിയേറ്റ് ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടത്. സ്കൂൾ അധ്യാപകർ നിരുത്തരവാദപരമായി പെരുമാറിയതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. എന്നാൽ പോലീസും കേസെടുക്കാതെ കാഴ്ച നഷ്ടപ്പെടുത്തിയവരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. അധ്യാപകനില്ലാത്ത സമയത്ത് ക്ലാസ് റൂമിനകത്ത് വെച്ച് നടന്ന സംഭവം സ്കൂളിന് പുറത്തു നടന്നതായി വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർ നടത്തിയതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. പോലീസിലോ മിലിറ്ററിയിലോ ചേരണമെന്ന ആഗ്രഹത്തോടെയാണ് സന്ദീപ് NCCയിൽ ചേർന്നത്. പാലക്കാട്, കോയമ്പത്തൂർ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടില്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. കണ്ണിൻ്റെ കാഴ്ചശക്തി 40% നഷ്ടമായതോടെ സായുധ മേഖലയിലെ ജോലിയെന്ന സ്വപ്നം നഷ്ടമായി.
കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടിയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടതെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അരവിന്ദിൽ പോയപ്പോൾ പറഞ്ഞു, ഇന്നമാതിരി നിങ്ങൾക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് കാര്യമില്ല, ഇത് ആക്കളെ 50% കാഴ്ച ശക്തി പോകും. അത് ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ നിങ്ങൾ കുട്ടികളല്ലേ, അത് നമുക്ക് കേസെടുക്കാൻ പറ്റില്ല എന്ന് SI പറഞ്ഞു. കേസെടുക്കാൻ പറ്റില്ല. ഞാൻ SI ചോദിച്ചു, നിങ്ങളുടെ മകന് ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ CA ആണ് കേസെടുത്തത്. നമ്മുടെ അറിവ് പ്രകാരം ഇപ്പോഴും FIR കോടതിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അടി നടന്നത്. അവർ പുറത്ത് വെച്ച് അടി നടന്നു എന്നാണ് ഇപ്പോൾ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന് പുറത്ത്, കോമ്പൗണ്ടിന് പുറത്ത്, സ്കൂൾ വളപ്പിന് പുറത്ത് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള അടി എന്നാണ് ഇപ്പൊ വരുത്തി തീർത്തിരിക്കുന്നത്. പക്ഷെ ക്ലാസ് റൂമില് ടീച്ചേഴ്സ് ഇല്ല, 3 പീരീഡ് ടീച്ചേഴ്സ് ഇല്ലാണ്ട് വന്നപ്പോഴാണ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഭാനുരേഖ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. ICDS ഓഫീസർ അനിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് വരുന്ന മുറയ്ക്ക് തന്നെ ആ ഉപകരണം തരും. ഇനി 2025-26 വർഷത്തിലേക്കുള്ള ഭിന്നശേഷി ഗ്രാമസഭയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിലൊക്കെ എഴുതി നമ്മൾ ഇന്നത്തെ ഈ ഗ്രാമസഭയിൽ എഴുതാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് വെക്കും. അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് വെച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾക്ക് ഉപകരണങ്ങൾ നമ്മൾക്ക് തരാൻ കഴിയുള്ളൂ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ 25ാമത് സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 14 മണ്ഡലങ്ങൾ എവിടെയൊക്കെ നമ്മൾ നവകേരള സദസ്സ് നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഓരോ നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും നമുക്കതിനൊരു മറുപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമ പോരാട്ടം നടത്തി. എന്നിട്ടിപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് തുക പുനഃസ്ഥാപിച്ച് കിട്ടി. 2020 ജൂൺ മാസം മുതൽ പെൻഷനായിട്ടുള്ള ആളുകൾക്ക് 1000 മുതൽ 15,000 രൂപ വരെ ഈ കഴിഞ്ഞ ഡിസംബർ 30-നുള്ളിൽ കൊടുത്തു തീർത്തു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. ഈ ആളുകൾക്ക് റിട്ടയർമെന്റ് തുക കുടിശ്ശികയായിട്ടുള്ള ആളുകളുടെ എല്ലാം കൊടുത്തു തീർത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുള്ളൂർക്കര, ചെറുതുരുത്തി, നെടുമ്പുര, ദേശമംഗലം എന്നീ 4 യൂണിറ്റുകളിൽ നിന്നായി 100 കണക്കിന് അംഗങ്ങൾ ചെറുതുരുത്തി ചുങ്കത്ത് നിന്നും പ്രകടനമായാണ് സമ്മേളന നഗരിയിലെത്തിയത്. ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് K. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി രമ്യ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CR ബിന്ദു വരവ് ചെലവ് കണക്കും ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡസൻ സംഘടന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ KV രജനി, VV ശാന്തി, KV നീലിത എന്നിവർ സംസാരിച്ചു. അടുത്ത 3 വർഷ കാലയളവിലെ ഭാരവാഹികളായി K. ശശീന്ദ്രൻ പ്രസിഡന്റായും MT രമ്യ സെക്രട്ടറിയായും CR ബിന്ദു ട്രഷററായും 13-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നെടുമ്പുര സെക്രട്ടറി രജനിയെ ചടങ്ങിൽ ആദരിച്ചു. M. ദാമോദരൻ സ്വാഗതവും PR സരള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന സന്ദേശവുമായി SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി കോതകുറിശ്ശിയിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. ഹസൻ ചിയാനൂർ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ സ്ക്വയറിൽ SDPI മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഹീം വീട്ടിക്കാട് സ്വാഗതം പറഞ്ഞു. WIM ജില്ലാ വൈസ് പ്രസിഡന്റ് റുഖിയ അലി, SDTU ഏരിയ പ്രസിഡന്റ് ആലിക്കുട്ടി, അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി, ഷൊർണൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, ട്രഷറർ സാഫിർ മോളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളുടെ പഴക്കമുള്ള ഇന്ത്യയിലെ സംഘപരിവാരം രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാക്കപ്പെടുകയാണെങ്കിൽ ആ ഭരണഘടന ഇന്ത്യയിൽ മനുവാദ സിദ്ധാന്തത്തിനനുസൃതമായി ഇന്ത്യയിലെ പൂനൂൽധാരികളായ സവർണ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നിടത്തായിരിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിതാന്തമായി പരിശ്രമിക്കുകയും അതിനെ പൊളിച്ചെഴുതുകയും ചെയ്ത ഒരു മനുഷ്യന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിപ്പബ്ലിക് ദിന സായാഹ്നത്തിൽ SDPI ഒറ്റപ്പാലത്തും അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. SDPI പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ്
SDPI ഒറ്റപ്പാലത്ത് അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. SDTU ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം, വുമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബാബിയ ഷെരീഫ്, മജീദ് അമ്പലപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയുടെ ആത്മാവ് നമ്മുടെ ഭരണഘടനയാണ്. ഇത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണല്ലോ. ഈ അവസരത്തിൽ നിങ്ങളിത് പറയാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മളെല്ലാവരും സംശയിക്കുന്നുണ്ടാവും. ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാകും. നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആസിഫ് അറക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സൈദാലി നാട്ടുകൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടാനംകുറിശി RFP കലാസമിതിയുടെ 51ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 32ാം വാർഷികവും 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും നവാഗത സംവിധായകനും ആയ ഫാസിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അധ്യാപികയും എഴുത്തുകാരിയുമായ സുധ തെക്കേമഠവും നിർവഹിച്ചു. അതുതന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഒരു വായനശാല നാടിന്റെ ഹൃദയമായി മാറണമെങ്കിൽ ആ വായനശാലയിൽ നന്നായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ ഇദ്ദേഹം പറഞ്ഞതല്ല, അധ്യക്ഷൻ പറഞ്ഞതല്ല ഞാൻ ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു. അന്ന് ആലിന്റെ ചോട്ടിൽ ഇരുന്ന് കുറച്ചു പേർക്ക് തോന്നിയ ഒരു ചിന്ത എന്നാണ് പറയുന്നത്. ആലിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണല്ലോ നമ്മുടെ എന്താ പറയാ ബുദ്ധൻ ബോധോദയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ ആലിന്റെ ചുവട്ടിലിരിക്കുന്ന പഴയകാല സന്ധ്യകൾ, അതിൽ നിന്നുണ്ടായിരുന്ന ആശയങ്ങളെല്ലാം വലുതായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ തന്നെയാണ് ഇന്നിവിടെ നിറവേറി നിങ്ങളെല്ലാം ഇങ്ങനെ കസേരകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ധ്യയായി ഇന്ന് മാറുന്നത്. രാവിലെ പതാക ഉയർത്തിയതോടെ ആരബി കലാസമിതിയുടെ 51ാം വാർഷികത്തിന്റെയും ആരബി ഗ്രന്ഥശാലയുടെ 32ാം വാർഷികത്തിന്റെയും ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വൈകിട്ട് ആരബി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വാഴയിൽ കുട്ടേട്ടൻ നഗറിൽ വാർഷിക ആഘോഷങ്ങൾക്കുള്ള തിരിതെളിഞ്ഞു. ഗ്രാമീണ നന്മയുടെ 51 വർഷങ്ങൾ പിന്നിടുമ്പോൾ കല, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ, പാലിയേറ്റീവ്, കായിക, സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനെ ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നത് ആരബി കലാസമിതിയുടെ കൂട്ടായ്മ തന്നെയാണ്. ജനുവരി 25, 26 ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വാടാനംകുറിശി ALP, GLP, ഹയർ സെക്കൻഡറി +1, +2 വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും വാടാനംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള കേഷ് അവാർഡും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ വിതരണം ചെയ്തു. കലാസമിതി സെക്രട്ടറി ശ്രീരജ് ഡിജിറ്റൽ രൂപത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വനിതാവേദി സെക്രട്ടറി ഷിബന പ്രസാദ്, ബാലവേദി പ്രസിഡന്റ് ശ്രീഹരി എന്നിവർ സംസാരിച്ചു. ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് KV ഹരിദാസ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം CP രാമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ അംഗൻവാടി കുട്ടികളും ആരബി അംഗങ്ങളും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. മുരുകൻ കാട്ടാക്കടയുടെ കനൽപ്പൊട്ട എന്ന കവിതയെ ആസ്പദമാക്കി ആരബി വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം വേറിട്ട കാഴ്ച തന്നെ സമ്മാനിച്ചു. മുരുകൻ കാട്ടാക്കടയുടെ കനൽപ്പൊട്ട് എന്ന കവിതയുടെ സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം അവൾ.
കലാപരിപാടികൾ ആസ്വദിക്കാനെത്തുന്ന മുഴുവൻ പേർക്കും പതിവ് പോലെ തന്നെ രാത്രി ഭക്ഷണവും ഒരുക്കിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് നടന്ന ആദരസന്ധ്യയിൽ RB എക്സിക്യൂട്ടീവ് അംഗം PP വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പോയിലൂർ ALP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയായിരുന്ന CP വിജയ ടീച്ചറെയും സമാധാനം പരമേശ്വരൻ അവാർഡ് ജേതാവ് PV ശ്രീധരവാര്യരെയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും പാലിയേറ്റീവ് പ്രവർത്തക അവാർഡ് ജേതാവുമായ സത്യനാഥൻ മാസ്റ്ററെയും ആദരിച്ചു. തുടർന്ന് പ്രതിഭകളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. RB എക്സിക്യൂട്ടീവ് അംഗം V രമേശ് സ്വാഗതവും RB ഗ്രന്ഥശാല സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം നവോദയ അവതരിപ്പിച്ച കലുങ്ക് എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ പ്രവാസി സഖാക്കൾ ചാരിറ്റബിൾ സൊസൈറ്റി 5ാമത് സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. CPM LC സെക്രട്ടറി CC രാജൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം എന്നിവരാണ് വാട്ടർ പ്യൂരിഫയർ സ്കൂൾ പ്രധാനാധ്യാപിക മഞ്ജുവിന് കൈമാറിയത്. വിദ്യാർത്ഥികളും പ്രവാസി ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങളും സ്കൂൾ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 7, 8 തീയതികളിലാണ് സൊസൈറ്റി 5ാമത് സമ്മേളനം. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംഗീത നൃത്തസന്ധ്യ നടന്നു. ഫെബ്രുവരി 12 വരെ നടക്കുന്ന നിറമാല മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു കലാപരിപാടികൾ. ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ ശിഷ്യരായ നിവേദ്യ, ആര്യ, തരുൺ നാരായണൻ, നിരുപമ എന്നിവരുടെ സംഗീത കച്ചേരിയും അനഘ ഈശനൻ അവതരിപ്പിച്ച ഭരതനാട്യവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടന്നു. ഭക്തവത്സല കൃഷ്ണ നിത്യ നിർമ്മല മൂർത്തേ അങ്കനമാർ ഞങ്ങൾ ഇംഗിതമോടെ വന്നു ഇന്നിയരങ്ങിൽ പാടിടുവാൻ കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പദ്യം ചൊല്ലലിൽ A ഗ്രേഡ് നേടിയ കൂക്കമ്പാറമന ചിന്മയ് നാരായണന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഉപഹാരം ട്രസ്റ്റി സുബ്രഹ്മണ്യൻ നമ്പൂതിരി സമ്മാനിച്ചു. പരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപഹാരം നൽകി. തുടർന്ന് അവിൽ പ്രസാദ വിതരണവുമുണ്ടായി. നിറമാല മഹോത്സവവും അവിൽ നിവേദ്യവും ഫെബ്രുവരി 12 സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞൻ ഭക്തിനിർഭരമായ ചടങ്ങുകളുടെ തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, ശ്രീജാഹരി നമ്പൂതിരി, മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. 21ാമത്തെ യജ്ഞമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. 6:30 താലപ്പൊലിയേന്തിയ 100ഓളം ഭക്തരുടെ അകമ്പടിയോടെ ആചാര്യന്മാരെ ഉപചാരപൂർവ്വം വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് യജ്ഞാചാര്യൻ ഭദ്രദീപം തെളിയിച്ച് യജ്ഞപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുൻഗാമികളായ 20 പേരെ ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ഉപഹാരം നൽകി ആദരിച്ചു. ഗിരീഷ് പാലാരി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സംഗീതജ്ഞൻ മണ്ടൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ, ക്ഷേത്രം പ്രസിഡന്റ് LP അഷ്ടമൂർത്തി, സെക്രട്ടറി അരവിന്ദാക്ഷൻ, ജയശ്രീ അഷ്ടമൂർത്തി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇത് നമ്മുടേതാണ്, ഇത് നമ്മളാണ് എന്നുള്ള ഓർമ്മയിൽ നമ്മളെല്ലാം സഹകരിച്ച് പ്രവർത്തിച്ച് കാണുന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. ഈ ഒത്തുചേരലിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെയും ഒരു നാടിന്റെയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇത്തരം ചിന്തകളെ എന്താ പറയുക മോശമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ശാസ്ത്രമാണ് എല്ലാം, മറ്റതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമായി കണക്കാക്കുന്ന ഒരു കാര്യം. സന്തോഷകരമായിട്ടൊരു അനുഭവം അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ കാണാൻ സാധിച്ചു. കൃഷ്ണന്റെ അനുഗ്രഹം ഇല്ലാതെ ഒരടി നമുക്ക് മുന്നോട്ട് വയ്ക്കാനും സാധിക്കില്ല, ഒന്നും ചിന്തിക്കുവാനും കൂടി സാധിക്കില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ ലോകത്തിലെ ഇതിൻ്റെ തുച്ഛ സുഖങ്ങളിലെ പലരും മുങ്ങി ശരിക്കുള്ള ഈശ്വരനെ അറിയാതെ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ദീപാരാധന, ഭാഗവത പാരായണവും എന്നിവയും ഉണ്ടായി. തിങ്കളാഴ്ച
വരാഹാവതാരം, ചൊവ്വാഴ്ച കൃഷ്ണഭാവതാരം, ബുധനാഴ്ച നരസിംഹാവതാരം, വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാരം, വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം, ശനിയാഴ്ച കുചേലോപാഖ്യാനം എന്നിവയും നടക്കും. അന്ന് വൈകിട്ട് കലാസ്വദനം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടാകും. ഫെബ്രുവരി 2 കൽക്കി അവതാരത്തോടെ സമാപനമാകും. യജ്ഞച്ചടങ്ങുകൾ നടക്കുന്ന എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി മാസത്തെ സ്പെഷ്യൽ പരിപാടിയായി രുക്മിണി വാരസ്യാരുടെ ഭക്തിപ്രഭാഷണം നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ രുക്മിണി വാരസ്യാരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി പി സി രാജീവ്, ട്രഷറർ എ കെ മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ, ടി മുരളീധരൻ, പി ജയൻ, പി സി നിധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശത്രുക്കളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിച്ചോടാനൊന്നും പാടില്ലല്ലോ. അതിനുള്ള ചില സംസ്കാരങ്ങളാണ് ഈ ചെയ്തതെന്നാണ് കുട്ടി വിചാരിച്ചത്. ഓരോന്നും കഴിഞ്ഞ് വന്നാൽ പറയും, അച്ഛാ ശൂലം കൊണ്ട് കുത്തലും കഴിഞ്ഞു കേട്ടോ, അതൊക്കെ നന്നായിട്ട് നടന്നു കേട്ടോ, അച്ഛാ ആനകളെ കൊണ്ട് ചവിട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ, അച്ഛാ പട്ടിണി എടുക്കല് കഴിഞ്ഞു കേട്ടോ, അച്ഛാ പാമ്പിനെ കൊണ്ട് കൊത്തിക്കലും കഴിഞ്ഞു കേട്ടോ, അച്ഛാ ഞാൻ വിഷം കുടിച്ചു കേട്ടോ, അച്ഛാ ഇന്നലെ പർവ്വതത്തിന്റെ മുകളിൽ ചോട്ടിലേക്ക് ഇടലും കഴിഞ്ഞു കേട്ടോ. ഹിരണ്യകശിപുവിന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാണ്ടേ, ഇവനെ ഏത് തരത്തിലാണ് നശിപ്പിക്കേണ്ടത് എന്നറിയാണ്ടേ വല്ലാണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴേക്കും ശണ്ടാമർക്കന്മാർക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം തോന്നി. തങ്ങള് ചെയ്യേണ്ട പോലെ ചെയ്യാനിട്ട് ആയിരിക്കോ ഈ കുട്ടി നേരെ, ഒന്നും കൂടി ശ്രമിച്ച കുട്ടി നേരാവോ, കൊണ്ടുപോയി നോക്കട്ടെ, ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ കെട്ടിട്ടോളാം. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഏകദിന ശില്പശാല ജനുവരി 30 കൊപ്പം മണ്ണേങ്കോട് ഇപിയുടെ മാവിൻ ചുവട്ടിൽ നടക്കും. ശില്പശാലയെക്കുറിച്ച് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ജനകീയ കലാപ്രസ്ഥാനമായ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ജനുവരി 30 വ്യാഴാഴ്ച രാവിലെ 10 കൊപ്പം മണ്ണേങ്കോടുള്ള ഇപിയുടെ മാവിൻ ചുവട്ടിൽ വെച്ചായിരിക്കും ശില്പശാല നടത്തുക. ഇപ്റ്റ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് എല്ലാ ജില്ലകളിലും ശില്പശാലകൾ നടന്നു വരുന്നുണ്ട്. രാവിലെ 10 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രൊഫസർ കെ സി അരുണയുടെ അധ്യക്ഷതയിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ അജിത് കൊളാരി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മുസിൻ MLA, OK സേതലവി തുടങ്ങിയവർ പങ്കെടുക്കും. പീപ്പിൾസ് തിയേറ്റർ ശില്പശാലയിൽ ആർ ജയകുമാർ, CP മനേക്ഷ തുടങ്ങിയവർ സംസാരിക്കും. വിശിഷ്ട കലാകാരന്മാരെ ആദരിക്കൽ, ഭാവി പ്രവർത്തന രൂപരേഖ, സമാപന ചടങ്ങ് തുടങ്ങിയവയും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗതസംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രം തിരമ്പുന്ന മാവിൻ ചുവട്ടിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാമെന്ന് ഇപ്റ്റയുടെ ജില്ലാ കമ്മിറ്റി ഐകകണ്ഠ്യേന തീരുമാനിച്ചത്. മാത്രമല്ല, ഈ വാതിലുകൾ കൊട്ടിയടച്ച ഹാളിൽ നിന്നും ഒരു സാംസ്കാരിക തനിമയുള്ള വീട്ടുമുറ്റത്തേക്ക്, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്റ്റയുടെ പരിപാടികൾ മാറ്റുക എന്നുള്ളതിൽ ഒരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രകൃതിയും അതിനോടനുബന്ധിച്ച അനുഭവങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും, എന്തിനേറെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അത്രമേൽ പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ല എന്നൊരു ചിന്താഗതി ഒരു വലിയ വിഭാഗം വെച്ചു പുലർത്തുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ കെ സി അരുണ, രാധാകൃഷ്ണൻ മൂച്ചിക്കൽ, കെ കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തിരുവില്ലാമല ശ്രീരാമ ക്ഷേത്രത്തിന് സമീപം ഗായത്രി സമൂഹ മഹായജ്ഞം നടക്കും. വിശ്വശാന്തിക്കും പ്രകൃതി സംരക്ഷണത്തിനുമായി ശ്രീ വ്യാസതപോവനത്തിന്റെ നേതൃത്വത്തിലാണ് യജ്ഞമെന്ന് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് യജ്ഞം. യജ്ഞത്തിനൊടുവിൽ 3 കുണ്ടങ്ങളുള്ള യാഗപന്തൽ അഗ്നിക്കിരയാക്കുമെന്ന് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് അറിയിച്ചു. സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് ഗായത്രി സമൂഹ മഹായജ്ഞത്തിൽ കാർമ്മികത്വം വഹിക്കുക. ജാതി, മതം, കുലം, വർണ്ണം, ഗോത്രം എന്നീ വ്യത്യാസമില്ലാതെ പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ കാണാനാണ് ഗായത്രി മന്ത്രം പഠിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷകരായ സൂര്യനെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുന്ന ചടങ്ങുകൾ നടക്കും. ഗായത്രി ദീക്ഷ, ഉപനയനം, സന്യാസ ദീക്ഷ തുടങ്ങിയവയും യജ്ഞത്തിന്റെ ഭാഗമായി നടക്കും. ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഏകീകരിക്കാനുള്ളതായ ഏക മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രത്തിലൂടെയാണ്
പ്രപഞ്ചത്തിനുള്ള നറിഷ്മെന്റ് മുഴുവൻ ഉണ്ടാക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ്സായ സൂര്യനെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ ചടങ്ങുകളാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് പിതൃകർമ്മങ്ങൾ. അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് തർപ്പണാദി കർമ്മങ്ങളായിട്ട് നടക്കുന്നു. സൂര്യന് ചൈതന്യം നൽകാവുന്നതായ രീതിയിലുള്ള, സൂര്യനെ പോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മന്ത്രവിഭാഗമാണ് വേദത്തിന്റെ അകത്ത് ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രത്തെ ജനകീയമായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്രപഞ്ചരക്ഷ എന്ന വിശ്വശാന്തിക്ക് വേണ്ടിയിട്ടാണ് വ്യാസ തപോധ്യാന ആശ്രമം ഇതുവരെ ലക്ഷക്കണക്കിന് ഗായത്രി ഒരു ജപവും അനേകം അഗ്നിഹോത്രാദി കർമ്മങ്ങളും ആയിരക്കണക്കിന് എന്ന കണക്കിൽ അടുപ്പിച്ച് നടത്തിയിട്ടുള്ള ആചാര്യശ്രേഷ്ഠനാണ് നമ്മുടെ. വാർത്താ സമ്മേളനത്തിൽ ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ്, വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി, സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, AC ചന്താമരാക്ഷൻ, കണ്ണൻകുട്ടി വടക്കന്തറ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം. അമ്മയെയും മകനെയും വെട്ടിക്കൊന്നത് ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി. കൊല്ലപ്പെട്ടത് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനും അമ്മ ലക്ഷ്മിയും. ഇരട്ടക്കൊലപാതകം നടത്തിയത് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമര. സ്ത്രീ ശാക്തീകരണം BJPക്ക് മുകൾ തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനയിൽ വനിതാ നേതാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകി. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളും നേതൃനിരയിൽ. സംഘടനാ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലെന്നും കെ സുരേന്ദ്രൻ. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു. വിഭാഗീയതകൾ നിലനിൽക്കെ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി വേണുഗോപാലിനെ പ്രഖ്യാപിച്ചു. RSS ഇടപെട്ടതോടെ പാലക്കാട്ടെ BJPയിലെ പൊട്ടിത്തെറി സമവായത്തിലേക്കെന്ന് സൂചന. കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ 321 പരാതികൾ തീർപ്പാക്കി. ശേഷിച്ച 569 പരാതികൾ സമയബന്ധിതമായി അതാത് വകുപ്പുകൾ തീർപ്പാക്കുമെന്ന് അധികൃതർ. അദാലത്തിൽ കൂടുതൽ പരാതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട്. പരാതികളിൽ നിയമപരമായ അനുകൂല തീർപ്പാണ് സർക്കാർ നയമെന്ന് മന്ത്രി MB രാജേഷ്. ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് നല്ല തലമുറയെ സൃഷ്ടിക്കാൻ അനിവാര്യമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഉന്നത വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ അളവുകോലായി കണക്കാക്കാനാകില്ലെന്നും കാന്തപുരം. കല്ലേക്കാട് ജാമിയ ഹസ്നിയ 30ാം വാർഷികാഘോഷത്തിന് സമാപനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ട പരീക്ഷകളുടെ സാമ്പത്തിക ബാധ്യത സ്കൂളുകൾ ഏറ്റെടുക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിനെതിരെ പ്രതിഷേധം. പാലക്കാട്ട് ഭിക്ഷാടന സമരവുമായി KSU ജില്ലാ കമ്മിറ്റി. ഭിക്ഷാടനം നടത്തി ലഭിച്ച തുക വിദ്യാഭ്യാസ വകുപ്പിന് നൽകി. റേഷൻ വ്യാപാരികൾ സമരരംഗത്ത്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിച്ചത് വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ഷൊർണൂർ ക്ലീൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നിർവഹിച്ചത് മന്ത്രി MB രാജേഷ്. നഗരസഭ MCFിലെ തുറന്ന വേദിയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് വർണ്ണാഭമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.